അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹൈറ്റെയിൽ. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്നുള്ളത് റിസോഴ്സ് കളക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് റിസോഴ്സ് കളക്ഷൻ ഈ മീറ്റാണ്. ഫുഡ് കളക്ഷൻ ഏർലി ഗെയിമിൽ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ കഴിയുന്നത്ര മീറ്റ് കിട്ടുമോ നോക്കട്ടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വെപ്പൺസിൻ്റെ അകത്തൊക്കെ കോംബോസൊക്കെ ഉണ്ട്. നമ്മൾ ഹോൾഡ് ക്ലിക്ക് ചെയ്താൽ വേറെ തരം അറ്റാക്കാണ്. അതേപോലെ തന്നെ ഒരു പവറപ്പ് ഉണ്ട്. ഇപ്പം നമ്മുടെ നൈഫിൽ പവറപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഈ മൊബൈലിൻ്റെ മുകളിൽ ടച്ച് ചെയ്യണോ? ഈ കരടി തന്നെ ആവട്ടെ ഇന്നത്തെ തരാം. വാടാ കരടി കുട്ടാ. ഓക്കെ, എത്ര ഡാമേജ് പോയെന്ന് കണ്ടില്ല. ബ്ലോക്കിംഗ് ഓക്കെ, കൊടുത്തു ബ്ലോക്ക്. എടാ അതിൽ തീർന്നില്ലേ? അയ്യോ ഒരു ഹിറ്റും കൂടെ ഞാനുള്ളൂ. ഫുഡ് കഴിക്കട്ടെ. കരടി അടിക്കല്ലേ. തേണ്ടി കരടി. ഓക്കെ, വൺസ് മോർ. കഴിഞ്ഞു. അങ്ങനെ അവസാനം തോൽപ്പിച്ച്. കുറേ ടൈം എടുത്തു. നമുക്കെന്തായാലും ഈ കാണുന്ന സ്റ്റോണൊക്കെ എന്തായാലും കളക്ട് ചെയ്ത് തുടങ്ങാം. ആവശ്യത്തിനുള്ള റിസോഴ്സസ് ആയിട്ടുണ്ട്. കയ്യിലുള്ള പിക്കാക്സ് പൊട്ടി. ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പുതുതായിട്ടൊന്ന് ഉണ്ടാക്കണോ അതോ? ഞാൻ ഇവിടെ റിപ്പയർ കിറ്റ് കണ്ടായിരുന്നു. റിപ്പയർ കിറ്റിന് അയൺ ആവശ്യമുണ്ട്. അപ്പോൾ അയൺ വേസ്റ്റ് അല്ലേ സത്യം പറഞ്ഞാൽ? നമ്മളൊരു സ്റ്റോൺ പിക്കാക്സ് ശരിയാക്കാൻ അയൺ യൂസ് ചെയ്യുന്നത് മണ്ടത്തരല്ലേ? നീ ഇവിടുന്ന് പോ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള മീറ്റൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ ഇടാം. നമുക്കെന്തായാലും ലോങ് റേഞ്ചിന് ആരോ ഒക്കെ നന്നായിരിക്കും. അപ്പോൾ ഒരു ബോ ആരോ എന്തായാലും ഉണ്ടാക്കിയെടുക്കാം. അതുകൂടാതെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാത്ത ബെഞ്ചസ് കൂടെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്നും ആവശ്യമില്ല എന്തായാലും. ഇതിൽ ഫാർമിംഗ് റിലേറ്റഡ് സാധനങ്ങളാണ്. ഹോ ഉണ്ട്, ഷിയർ ഉണ്ട്, പിന്നെ ഇതിൽ സീഡ്സ് ആണ്, പിന്നെ എസൻസ് ഓഫ് ലൈഫ്. ഓക്കെ, ഇതൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇതിലാണ്. അഗ്രികൾച്ചർ റിലേറ്റഡ് സാധനങ്ങളൊക്കെ. ഇത് വർക്ക് ബെഞ്ച് എന്നാണ് പേര്. ഇതിൽ ഇൻപുട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ബ്ലോക്ക് കൊണ്ടുപോയി അതിലിട്ടാൽ ചിലപ്പോൾ പറ്റുമോ? ഇല്ല. ഓ, പറ്റും. ഓക്കെ, ബ്ലോക്കിൻ്റെ ഓരോ വേരിയൻസ് ഇതിൽ നിന്നുണ്ടാക്കാം. കൊള്ളാം. ഇതെന്താണ്? ഇത് ഫർണിച്ചർ, ചെസ്റ്റ് ഉണ്ടാക്കാം, ബെഡ്, വേറെന്തൊക്കെയുണ്ട്. ഓക്കെ, ആവശ്യമുള്ളതൊന്നുമില്ല. ഇതാണ് ടാനിങ് റാക്ക്. ഇതിൽ നിന്നാണ് നമുക്ക് ലെതർ ഉണ്ടാക്കേണ്ടത്. ഞാൻ വായിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഹൈഡ് കൊണ്ടുപോയിട്ടാൽ ആവുന്നുണ്ട്. ഓക്കെ, അതും റെഡിയായി. നമുക്കെന്തായാലും കുറച്ച് ടോർച്ച് ആവശ്യമുണ്ട് കയ്യിൽ. ടോർച്ച് ആവശ്യത്തിനായ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഒരു കേവ് എൻട്രൻസ് ഇവിടെ അടുത്തായിട്ട് കണ്ടായിരുന്നു. അതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ശരിയായ കേവ് മൈനിങ് തുടങ്ങാം. ഓക്കെ, കേവ് എൻട്രൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ടേക്ക് പോവാം. പിന്നെയുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ പോകുന്ന വഴിക്ക് മുഴുവൻ ടോർച്ച് വെച്ചിട്ട് തന്നെ പോകണം, ഇല്ലെങ്കിൽ വഴി തെറ്റും. ഇത് അതിലൊന്നെടുത്തിട്ട് ഓഫ് ഹാൻഡിൽ വെക്കാൻ പറ്റുമോ? ഓഫ് ഹാൻഡിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് പിടിക്കുമ്പോൾ ഓക്കെ, നൈസ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ കോപ്പർ ഓറ് കിട്ടിയിട്ടുണ്ട്. കോപ്പർ ഓറാണ് ഇവിടെ കൂടുതൽ സ്പോണായിട്ട് കാണുന്നത്.
നമുക്കിപ്പോൾ ഇതിൽ ഏത് വഴിക്ക് പോകും എന്നുള്ളതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകണമല്ലോ. ഇവിടെ ഒരു ടോർച്ച് വെച്ചേക്കാം എന്തായാലും. ഇവിടെ നിന്ന് താഴേട്ടേക്ക് ഡെഡ് എൻഡ് ആണോ? ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഓ, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഡാമേജ് എടുത്തു. അവിടെ എന്താണത്? ബാറ്റാണോ? സാധനം കണ്ട ഡ്രിപ്പ് സ്റ്റോൺ പോലെ ഉണ്ട്, പക്ഷേ ഡ്രിപ്പ് സ്റ്റോൺ അല്ല, ഇത് നോർമൽ സ്റ്റോൺ ആയിട്ടാണ് താഴോട്ട് വീഴുന്നത്. കരുതി ഡ്രിപ്പ് സ്റ്റോൺ പോലെ നമ്മൾ. ഓക്കെ, ഇവിടെ കൂടുതൽ കോപ്പർ കിടപ്പുണ്ട്. ഇനിയുണ്ടല്ലോ. ഓ, ഇത് കോപ്പർ വെയിനാണ്. ഒറ്റയടിക്ക് തന്നെ കുറേ എണ്ണം കിട്ടുമല്ലോ. ഇതിലിവിടെ ഈ നമ്മളിപ്പോൾ വന്ന സ്ഥലത്ത് കോപ്പറാണ് കൂടുതൽ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്പോൺ റേറ്റ് ഈ ഏരിയാസിൽ കോപ്പർ കൂടുതലാണോ, ഈ ലെവലിൽ കോപ്പർ കൂടുതലാണോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടും കുഴിച്ചിട്ടും തീരുന്നില്ല, ഇനിയുണ്ട്. കാരണം ഞാൻ അയേൺ ഇതുവരെ കണ്ടില്ല. അയേൺ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ടൂൾസ് ഉണ്ടാക്കാമല്ലോ. ഇവിടെ ഒന്നുമില്ല. ഇതെന്തി ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. ഇതെന്ത് പറ്റി? ഏർലി ആക്സസ് ഗെയിമാണ്, കുറേ ബഗ് ഉണ്ടാവും. യെസ് ഫീച്ചറല്ല, ബഗ്ഗാണ്. എവിടെ നമ്മുടെ എൻട്രൻസ് എവിടെ? ഇവിടെ തന്നെയാണ്. ഓക്കെ, വീണ്ടും കോപ്പർ കിട്ടിയിട്ടുണ്ട്. കോപ്പർ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഇവിടെ എന്തായാലും. ഇവിടെ താഴെ എന്തോ ഉണ്ടല്ലോ. കോപ്പർ വീണ്ടും. എനിക്ക് തോന്നുന്നു കോപ്പർ ആയിരിക്കും ഇവിടെ കൂടുതൽ സ്പോൺ ഉണ്ടാവുക. ചിലപ്പോൾ താഴോട്ട് ലെവലിൽ പോകുമ്പോൾ അയണൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവും. ഇതെവിടെയും കോപ്പർ കിടപ്പുണ്ട്. കോപ്പർ ആവശ്യത്തിലധികം ഉണ്ടല്ലോ ഇവിടെ. മതി, കോപ്പർ മതി, എനിക്ക് അയണാ. നമുക്ക് നമ്മുടെ ആദ്യത്തെ അയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താഴെയായിട്ട് ഇത് അയാണ്ട് ഒരു ഓറ് കിടപ്പുണ്ട്. ഇത് കിടക്കുന്ന സ്റ്റോണും വ്യത്യാസമാണ്. നമ്മുടെ നോർമൽ കോബിൾ സ്റ്റോൺ അല്ല. എന്തായാലും ഇത് കുറച്ചെണ്ണം എടുത്ത് വെച്ചേക്കാം, കാരണം ബിൽഡിങ്ങിന് ചിലപ്പോൾ ആവശ്യം വരും. കൂടുതൽ അയാണ്ട് എടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, കോപ്പർ എടുത്തു. ഇതെന്താണ് സാധനം? എന്തോ സ്ട്രക്ചറുണ്ട്, ലാവയൊക്കെ ഉണ്ട്. നെതർ പോലത്തെ ഒരു സാധനമാണിത്. നമുക്ക് അപ്പുറത്ത് എന്തായാലും ഇവിടെ സ്ട്രക്ചർ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അപ്പുറത്ത് പോയി നോക്കാം. എന്താണ്? നമുക്കൊന്നുമില്ല. കാരണം ഇങ്ങനെ സ്ട്രക്ചർ ആക്കിയ സ്ഥിതിക്ക് എന്തായാലും ഒരു മോബ് അവിടെ എന്തായാലും സ്പോണായി കിടക്കേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ബാസ്റ്റിനൊക്കെ പോലുള്ള എന്തെങ്കിലും സാധനം ആയിരിക്കണം മൈൻക്രാഫ്റ്റിലത്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവില്ല. കാരണം ഒന്നുമില്ലാതെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിടത്തില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ചെസ്റ്റ് എങ്കിലും ഉണ്ടാവുന്നുള്ള. ചെസ്റ്റ് ഇവിടെ ഒന്നുമില്ലേ? അയൺ ഉണ്ട്. അയൺ മാത്രമേ ഉള്ളൂ. വേസ്റ്റ്. ഇനിയിപ്പോൾ ഞാൻ വന്ന വഴിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? അവിടെയൊന്നും കാണുന്നില്ല. ഇല്ല, തിരിച്ചു പോയേക്കാം. എന്തായാലും ആവശ്യത്തിനുള്ള റിസോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് അയണും കോപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചെത്താറായിട്ടുണ്ട്. നമുക്ക് പുറം ലോകം കാണാം. അവിടെ ഒരു ടോർച്ച് കിടക്കട്ടെ. നമ്മൾ പുറത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഡേയും കഴിയാറായി.
അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഓരൊക്കെ കൊണ്ടുപോയിട്ട് ഫേണസിലിട്ടിട്ട് അത് ഇൻകെട്ടാക്കാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഡേ അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്ത റിസോഴ്സ് ഗ്യാതറിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി ഇതിനകത്ത് പോട്ടെ. അപ്പോൾ ഇന്നത്തേക്കുള്ള പരിപാടി ആയിരിക്കണം. നമുക്കപ്പോൾ ഇന്നത്തെ ഡേ എന്തായാലും എൻഡ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബേസ് ബിൽഡിങ് തുടങ്ങാം.